നമസ്കാരം. മുന്നൊരുക്കങ്ങളൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻറ്റ് പച്ചമുളക് അച്ചാർ റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാനൊരു 20 പച്ചമുളകാണ് ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത്. കഴുകിയതിന് ശേഷം നന്നായിട്ട് തുടച്ചെടുക്കുക. ഇല്ലെങ്കിൽ തലേദിവസമേ കഴുകിയിട്ട് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി ഫാനിൻ്റെ അടിയിൽ അല്പം നേരം വെച്ചാലും മതി. ഇതുപോലൊക്കെ കേടായിട്ടുണ്ടെങ്കിൽ ആ ഭാഗങ്ങളൊക്കെ മുറിച്ചെടുത്ത് മാറ്റിക്കളയണം. ഈ ഒരു ഷേപ്പിൽ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3/4 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വറുത്തെടുക്കുക. ഈ രീതിയിൽ ചെറുതായിട്ടൊന്ന് കളർ മാറുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് നന്നായി വറുത്തെടുക്കുക. ഉലുവ നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി തണുക്കുമ്പോൾ പൊടിച്ച് മാറ്റി വെക്കുക. വീണ്ടും അതേ പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. എണ്ണ ചൂടായതിന് ശേഷം 1 കുടം വെളുത്തുള്ളി വൃത്തിയാക്കിയത് അതിലേക്ക് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പൂർണ്ണമായിട്ട് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നേരത്തെ വറുത്ത് പൊടിയാക്കി വെച്ചിരുന്ന ആ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എരിവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമാവും ഈ ഒരു രീതിയിലുള്ള പച്ചമുളക് അച്ചാർ. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അല്പം കായപ്പൊടി, വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണിൽ കൂടുതൽ കാണും. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് പച്ചമുളക് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു തവണ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.